കലോത്സവത്തിലെ പ്രധാന വേദിയായ സൂര്യകാന്തി വേദി 1-ൽ കുച്ചിപ്പുടി കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മുൻ സ്കൂൾ കലാതാരങ്ങളും കാഴ്ചക്കാരായി എത്തിയിരുന്നു. വിശേഷങ്ങൾ കാണാം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദി 1-ൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കാണികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് നോക്കിക്കണ്ട് തന്നെ കാണാം. രാവിലെ 10 മണിക്ക് തന്നെയാണ് കുച്ചിപ്പുടി മത്സരം ആരംഭിച്ചത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ടുള്ള നിരവധി മത്സരാർത്ഥികളാണ് ഈ ഒന്നാമത്തെ വേദിയെ സമ്പുഷ്ടമാക്കിയത്. അത് കാഴ്ചക്കാരായിട്ട് നിരവധി ആൾക്കാരും അവരോടൊപ്പം തന്നെ എസ്കോർട്ടിംഗ് ടീച്ചറും മറ്റും എത്തിയിട്ടുണ്ട്. നമുക്ക് കാഴ്ചകൾ. ഞാൻ ആറന്മുളയാണ്. അത് ശരി, ആറന്മുളക്കാർ. അതെ 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 ഞാൻ പൂരക്കളിയിലായിരുന്നു ഒരു 10-14 വർഷം മുന്നേ. അപ്പോൾ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇങ്ങനെ കലോത്സവം കാണാനായിട്ട് എത്തുന്നുണ്ട്. പൂരക്കളിയായിരുന്നു എൻ്റെ ഐറ്റം. അതെ അതെ ഇപ്പം മത്സരം കാണാൻ വേണ്ടിയിട്ട് എത്തുന്നു. ആറന്മുളയിൽ തന്നെ മത്സരം കാണാനെത്തിയ ഒരു കാഴ്ചക്കാരനെ കണ്ടു. നമുക്ക് ഇനി വേറെ ആളോട് കോഴിക്കോട് ഈ കലോത്സവം കാണാൻ വേണ്ടി വന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പഴയകാല ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ശരി, മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? തീർച്ചയായും 5 കൊല്ലമായിട്ട് കഥകളിയിൽ സ്റ്റേറ്റിൽ വന്ന് മത്സരിച്ചിട്ടുണ്ട്. അപ്പം അത് വേണ്ടി കാണാനും മനസ്സിനൊക്കെ ഒരു സന്തോഷം. കഥകളി ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ കിടങ്ങനൂർ പത്തനംതിട്ട SVGവിലാണ് പഠിച്ചത്. ഏതൊക്കെ ഇതിലായിരുന്നു? ഞാൻ മെയിനായിട്ട് കഥകളിയിലായിരുന്നു മത്സരത്തിന് വന്നത്. പിന്നെ അല്ലാണ്ട് ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ പഠിച്ചിട്ടുണ്ട് മോഹനായിട്ടൊക്കെ. വേണ്ടി 2-3 മുദ്രകൾ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? കാണിക്കുക എന്താ ഏതെങ്കിലും പെട്ടെന്ന് കാണിക്കാൻ പറ്റും? കൃഷ്ണനെന്നുള്ളത് കാണിച്ചു തരാം. 52 അങ്ങനെ അവിചാരിതമായിട്ടാണ് ഈ രണ്ടുപേരെയും കണ്ടുമുട്ടിയത്. അവർ ഈ കലോത്സവത്തിൻ്റെ മുൻകാലങ്ങളിൽ പങ്കെടുത്ത ഓർമ്മകൾ അയവർക്കിക്കൊണ്ടാണ് കാഴ്ചക്കാരായിട്ട് വീണ്ടും കോഴിക്കോട് നിന്നും പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ നിന്നുമൊക്കെ ഉള്ള ആൾക്കാർ എത്തിയിട്ടുള്ളത്. പ്രധാന വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, തൃശ്ശൂർ.